മനുഷ്യാവസ്ഥയുടെ മാത്രം പ്രതിസന്ധിയല്ല വാർദ്ധക്യം. അതൊരു പ്രകൃതി നിയമമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ദിവസം തോറും വൃദ്ധസദനങ്ങളും പകൽ വീടുകളും കൂടി വരുന്നു. കോടതികളിലും RDOയിലും സാമൂഹ്യനീതി വകുപ്പിലുമെല്ലാം തങ്ങളെ സംരക്ഷിക്കുന്നില്ല, മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന പരാതിയുമായി മാതാപിതാക്കൾ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതെന്തു പറ്റി? മാതാപിതാക്കളെ മറന്നുകൊണ്ടാണ് അവർ സ്വന്തം ജീവിത നിലവാരം ഉയർത്തുന്നത്. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് അമ്മയുടെ ഉദരത്തിൽ പിറന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ അവർ നമ്മൾക്ക് പരദേശികളാണ്. നമ്മളുടെ വീട് അവർക്ക് കാരാഗ്രഹമാണ്. നിറഞ്ഞ സാമീപ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അവരുടെ ആ കാരാഗ്രഹം നമുക്ക് മാറ്റിയെടുക്കാം. ഇന്നത്തെ കാലത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഉദരത്തിലെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം. മാതൃത്വത്തിന് തന്നെ അപമാനമായവർ. അവരെ മാറ്റി നിർത്തിയാൽ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള മാതാപിതാക്കൾ. കുഞ്ഞുനാളിൽ എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ് എന്ന അവകാശം ഉന്നയിക്കുന്ന മക്കൾ, അത് തന്നെ പോരെ മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ? ബൈബിളിൽ പറയുന്ന ഒരു മഹത് വാക്യമുണ്ട്. ആരാണോ അപ്പനെയും അമ്മയെയും എതിരെ ദുഷിക്കുന്നത് അവർ അവരുടെ വിളക്ക് കൂരിരുട്ടിൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമുക്ക് നമ്മുടെ മുൻ തലമുറയെ മറക്കാതിരിക്കാം. പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പിൻതലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നമുക്ക് മാതൃകയാവാം.